കോശങ്ങളാൽ നിബിഡമായ ഈ ശരീരത്തില് വളരെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ച നാഥൻ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് രക്തക്കുഴലുകൾ ഉണ്ട്. എന്തായി രക്തക്കുഴലുകളൊക്കെ? ഓരോ കോശത്തിലേക്കും ഓക്സിജൻ വേണം, ബ്ലഡ് വേണം. ഇങ്ങനെ ഈ ഓരോ കോശത്തിലേക്കും എത്തേണ്ട സാധനങ്ങൾ എത്തണം, അല്ലെങ്കിലോ അത് മരിച്ചു പോകും. അപ്പൊ കോശങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തില് രക്തക്കുഴലുകൾ, രക്തം എത്തിക്കാൻ വേണ്ടി രക്തക്കുഴലുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലംബിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരീരത്തില് ധമനിയും സിരകളും ലോമികകളും. എന്തിനാ ഇതൊക്കെ സൃഷ്ടിച്ചത്? വെറും ഒരൊറ്റ രക്തക്കുഴല് പോരാ. നാം ഒരു മോട്ടറിൽ നിന്ന് നാം ഒരുപാട് സ്ഥലത്തേക്ക് വെള്ളം അടിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ എന്താ പറയാ, ജപ്പാൻ പൈപ്പിന്റെ മാതിരില്ല വലിയ രക്തക്കുഴലല്ല നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴല്. അത് ചിന്തിക്കാം. ജപ്പാൻ പൈപ്പിന് എന്തിനാ വലിയ കുഴൽ കൊടുക്കണത്? അതെവിടെ തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ നമ്മുടെ രക്തക്കുഴല് വളരെ ചെറുതാണ്. അതായത് നമ്മുടെ ശരീരം എത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രക്തക്കുഴലിൽ കൂടെ രക്തം സുഗമമായി പ്രവഹിക്കണോ, രക്തപ്രവാഹം തടസ്സപ്പെടാതെ ഇരിക്കണോ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണോ, നമ്മുടെ ഉൽപ്പന്നമായ വെൽഹാർട്ട് ഉപയോഗിക്കൂ, രക്ഷപ്പെടൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ വെറുതെ ആക്കണ്ട. അപ്പൊ നമ്മൾ ഇത് വരാൻ വേണ്ടി കാത്തിരിക്കണ്ട. നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇത് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. നമുക്ക് ഉപയോഗിച്ചൂടെ? നമ്മുടെ കുടുംബത്തിന് ഉപയോഗിച്ചൂടെ? നമ്മുടെ അയൽവാസികൾക്ക് ഉപയോഗിച്ചൂടെ? ഇങ്ങനെ നാം ഇഷ്ടപ്പെടുന്ന ഒരു ജനതക്ക് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ആരോഗ്യമുള്ളതായി, നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായി, നമ്മുടെ പരിസരത്തിലെ ശരീരങ്ങൾ ആരോഗ്യമുള്ളതായി. ഹോസ്പിറ്റലിലെ തിരക്ക് കുറച്ചുകൂടെ? ഓരോ MI ലൈഫ് കാരണം ഇങ്ങനെ ചിന്തിച്ചാല് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുത്താൻ കഴിയില്ലേ? നാം എല്ലാവരും ഓരോ ലുലു മാളിന്റെ ഓണറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? എന്നാ വിശ്വസിക്കണം. എന്തേ? MI ലൈഫ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തില് മെമ്പർ ആയത് ആരോ ചെയ്ത പുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാണ്. ഇതിലെ ഓരോ മെമ്പറും ഓരോ ഷോപ്പിന്റെ ഓണറല്ലേ. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല മാനേജ്മെന്റ് ആണ്, അതിനേക്കാൾ സുന്ദരമായ ലീഡേഴ്സ് ആണ്. ഈ ലീഡേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ പിടിച്ചു നിന്നാൽ ഇടിച്ചു കയറാന്ന് പറഞ്ഞേ. ഇതാണ് ഇത് ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ ശരീരം പോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രൊഡക്റ്റുകളും അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ലീഡേഴ്സും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ എന്തിനാ നമ്മുടെ ഹബീബിങ്ങളെ നമ്മൾ എന്തിനാ ബേജാറാകണം? എന്തിനാ നമ്മൾ ടെൻഷൻ ആകണം? എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം എന്നോണം നമ്മുടെ പ്രൊഡക്റ്റ് ഓരോന്ന് ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി ഓരോ ചുവടും വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഓരോ സാധനങ്ങളും നീട്ടിത്തരുമ്പോ ഇരുകൈയോടെ അതിനെ സ്വീകരിച്ച് നല്ല എന്താ പറയാ, ആരോഗ്യവും നല്ല സാമ്പത്തിക ഭദ്രതയും നല്ല ഒരു ജീവിതവും തരാൻ പറ്റുന്ന ഇതിനേക്കാൾ വലിയ കമ്പനി ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാൻ വരും. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മൾ ഈ എത്തിപ്പെട്ട മേഖല നല്ല വലിയൊരു മേഖലയാണ്. ഈ മേഖലയെ നാം മുറുകെ പിടിക്കുക. ആരോഗ്യമുള്ള ഒരു ശരീരവും സാമ്പത്തികമായൊരു ഭദ്രതയും നല്ലൊരു കുടുംബ ജീവിതവും നയിക്കാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിച്ചാൽ, നമ്മുടെ മൈ ലൈഫിനെ മുറുകെ പിടിച്ചാൽ നമുക്ക് മുന്നാക്കം പോകാൻ വളരെ ഈസിയാണ്. ഇനിയിപ്പോ നമ്മളത് എങ്ങനെ മുന്നാക്കം പോകും? നമ്മളെ ലീഡേഴ്സിനെ ഫോളോ ചെയ്താൽ മതിയെന്ന്. നമ്മുടെ ലീഡേഴ്സ് എന്താ ചെയ്തത്? അവർ ഈ സാധനങ്ങൾ ഇങ്ങനെ മത്തി വിൽക്കാണ്ട് പറയുമ്പോൾ മത്തി വിൽക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് ചെയ്തത്. അവരാദ്യം നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചു, റിസൾട്ട് കണ്ടു. അവരുടെ ഈ റിസൾട്ട് കണ്ടിട്ട് അവരെ എന്ത് ചെയ്തു? അവരുടെ കുടുംബത്തിലെ ഓരോ ആളുകളും അവരെ മാറ്റി. എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? നിങ്ങളെ വയറ് പോകാൻ എന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങളെ ഗ്യാസിന്റെ പ്രശ്നം മാറാൻ എന്താ നിങ്ങൾ ചെയ്തത്? അല്ല, നിങ്ങൾക്ക് കുറെ കാലമായിട്ടുണ്ടായിരുന്ന ആ കാലിന്റെ മുട്ടുവേദന പോകാൻ എന്താ ചെയ്ത്? ഇപ്പൊ ഇന്നലെ ഒരാള് വിളിച്ചിട്ട് പറയാണ്, എനിക്ക് കാലിന്റെ മുട്ടിൽ നീര് കെട്ടിയിട്ട് വളരെ പ്രയാസമായിരുന്നു, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോ ഇപ്പൊ എനിക്ക് സാധാ ക്ലോസറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ചേ.
നമ്മള് രോഗി ക്ലോസറ്റ് നോക്കിക്കൊണ്ട് നടക്കണ്ട. രോഗി ക്ലോസറ്റ് പറഞ്ഞ ഏതാ? യൂറോപ്യൻ ക്ലോസറ്റ്. അതിന്റെ ഓമന പേരാ. യൂറോപ്പ് അല്ലട്ടോ, രോഗി ക്ലോസറ്റ് ആണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് രോഗി ക്ലോസറ്റിനെ ഒഴിവാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് രോഗങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ പിഴുതെറിയണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മളെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ആദ്യം നമ്മളെ മനസ്സിന്റെ എന്തില്ല ആ ചിത്രം ഒന്ന് മാറ്റണം. എന്ത് ചിത്രം? ഞാൻ ഇവിടെ അളിഞ്ഞ മത്തിയും പിന്നെ എന്താ പറയാ പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ശരീരത്തിൽ കൊടുക്കണമെന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മത്തി വാങ്ങണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതില് പിന്നെ മീൻ കച്ചവടക്കാരുണ്ടാവും, പിന്നെ തല്ലാൻ വരണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന് പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക. നാം ജീവിക്കുന്ന ചുറ്റുപാട് വളരെ കെമിക്കൽ നിറഞ്ഞൊരു ചുറ്റുപാടാണ്. അപ്പൊ ഈ കെമിക്കലിനെ നാം എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിഞ്ഞ നമ്മുടെ ശരീരത്തിൽ പിന്നെ കയറിക്കൂടിയ ആ വിഷത്തെ എങ്ങനെ നമുക്ക് പിന്നെ നിർമ്മാർജ്ജനം ചെയ്യാന്നല്ലേ? ഡെയിലി ഡിറ്റോക്സ് ഉപയോഗിക്കൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറെ നമ്മൾ ഉപയോഗിച്ച കുറെ എന്തുണ്ടാവും? കുറെ ടോക്സിൻസ് ഉണ്ടാവും. ആ ടോക്സിൻസിനെ നമുക്ക് പുറത്ത് കളയാൻ നമ്മുടെ ഉൽപ്പന്നമായ ഡെയിലി ഡിറ്റോക്സ് ഉപയോഗിക്കൂ. പോകും. ഇനി വയറുള്ള ആളുകളാണോ? ആ വയറ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യൂ? നമ്മുടെ ഇമ്മ്യൂണോ3 അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഇമ്മ്യൂണോ3 അതുപോലെ തന്നെ മെൽറ്റിഫാറ്റും ഡെയിലി ഡിറ്റോക്സും ഇതൊക്കെ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരം വീണ്ടും കിട്ടിയല്ലേ വേണ്ട? അതിന് നമ്മുടെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളെ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ ശരീരം പെർഫെക്റ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടുകാരുടെ ശരീരം പെർഫെക്റ്റ് ആക്കുക. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ആരോഗ്യമുള്ള മക്കളാക്കുക. നല്ല വിജ്ഞാനം കൊടുക്കുക. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ കാലത്ത് നമ്മുടെ മക്കള് വഴിപിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യൂ? നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ വാങ്ങിക്കൊടുക്കൂ. ഇനി അങ്ങനെ ഒരാൾ അതിന്റെ അടിമയാണോ? അയാൾ അറിയാത്ത കോലത്തിൽ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കൂ. അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇത്രയും സുന്ദരമായ സാധനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോ നമ്മൾ എന്തിനാ നാലുപുറം കൂടുന്നത്? അപ്പൊ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? പരമാവധി നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. എല്ലാരും നന്നായിട്ട് വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ മൈ ലൈഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാരും മുറുകെ പിടിക്കുക. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിജയിക്കാനുള്ള ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കുക.